നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് മെനുദറിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ലോഗിൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ബ്രൗസർ എടുക്കുക, ക്രോമോ ബ്രേവോ ഏതാ ബ്രൗസർ എന്ന് വെച്ചാൽ ആ ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്തിട്ട് menudor.com എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണാം. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ റിസോഴ്സസ് എന്നുള്ളത് നോക്കുക. അതെടുക്കുന്ന സമയത്ത് അതിന്റെ താഴെ റിസോഴ്സസ് എടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഡൗൺലോഡ് ആപ്പ് എന്നുണ്ടാവും. ആ ഡൗൺലോഡ് ആപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാ സ്ക്രീൻ വരിക. അതിൽ മൂന്നാമത്തെ വിൻഡോസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കാണിക്കും. ഇപ്പൊ ഞാൻ ഡൗൺലോഡ്സിലാണ് കൊണ്ടുവരുന്നത്. ഡൗൺലോഡ്സ് കൊടുത്തു, സേവ് കൊടുത്തു. നമുക്ക് ഡൗൺലോഡ് ആവുകയാണ് ആ സോഫ്റ്റ്വെയർ. ഓക്കെ, ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് ആയി. ഇനി നമുക്കത് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഡൗൺലോഡ് ആയതിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അത് ഇൻസ്റ്റാൾ ആവും. ആദ്യം ഇൻസ്റ്റാൾ ആയിട്ട് അത് ഓപ്പൺ ആവും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാൾ ആയി. ഇതിന് നമ്മൾ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു. നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഡൗൺലോഡ് ചെയ്ത സാധനത്തിന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ കൊടുത്തു, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞത് ഇത് താനെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാ കാണുക. ഇതില് ഇവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലോഗിൻ എന്നുള്ളത് ഓപ്ഷൻ ഞെക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് കൊടുക്കുക. നമ്മൾ ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അഡ്മിൻ ഡാഷ്ബോർഡിലോട്ട് വരും. നമ്മുടെ റെസ്റ്റോറൻറ്റിന്റെ വെബ്സൈറ്റ് ലോഗിൻ ആയി നമ്മുടെ അഡ്മിൻ ഡാഷ്ബോർഡിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാ ഓർഡേഴ്സ് ഒക്കെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ലോഗിൻ ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ.